ഒരു ഐക്കോണിക് ക്യാരക്ടർ. വളരെ അതെ. കുറച്ച് ഡയലോഗുകള് ഉള്ളൂ. പക്ഷെ ആ അതെ, അതെ. ഡയലോഗുകളൊക്കെ പിന്നെ വളരെയധികം അതെ, ഐക്കോണിക്കായി, അതെ. പോപ്പുലറായി. ഈ ഒന്നാം ഭാഗത്തിനും രണ്ടാം ഭാഗത്തിനും കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ. അതെ. ഇതിന്റെ കൂടെ ഒരു തമാശക്കാണെങ്കിലും ഒരു തേപ്പുകാരി പട്ടവും ഉണ്ട്. അതെ, 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 അതെ. ഇതിനെങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഇതിനെങ്ങനെയാ ഉൾക്കൊള്ളുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ്? സന്തോഷം. ആ, സി ഏഹ്, എ നമ്മള് നമ്മുടെ ഓരോ സിനിമ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ആ. കാണുന്നത്. എനിക്കൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ആക്ച്വലി. നല്ല റിട്ടേൺസ് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സിനിമയായിരുന്നു ആക്ച്വലി. എനിക്ക് എൻ്റെ തുടക്കം ലൈക്ക് ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സിൽ എൻ്റെ കരിയറിൽ ആദ്യത്തെ ഒരു ഫ്യൂ ഇയേഴ്സിലുള്ള ഒരു ഉം, സിനിമയാണ് ആട്. ആദ്യത്തെ ഉം, കുറച്ച് ഉം, സിനിമകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഉം, സിനിമ തന്നെയാണ് ആട്. എനിക്ക് തോന്നുന്നു 1983 കഴിഞ്ഞ് ഞാൻ ഉടനെ ഉം. കമ്മിറ്റ് ചെയ്യുന്നതും ആടാണ്. അപ്പം അന്നും എനിക്കിത് പറഞ്ഞപ്പോൾ എന്നോട് സ്ക്രീൻ ടൈം ആണെങ്കിലും കുറച്ചുള്ളൂ, സീന് കുറച്ചേ ഉള്ളൂ. ഉം, ഉം. ആഹ് പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയാ, ആഹ് എന്താ പറയാ, ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഉം, അതിനൊരു ഉം. നമുക്കത് കഥ നെറേറ്റ് ചെയ്യുമ്പം ഒരു സീനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വളരെ ചെറിയൊരു സ്ക്രീൻ ടൈമിൽ വരുവാണെങ്കിലും ആ സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രോമിനൻസ് യെസ്, ഉണ്ടാവുമല്ലോ ആ യെസ്, യെസ്, ക്യാരക്ടറിന്. അത് യെസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് എനിക്ക് ആടിൽ ഫീൽ ഉം, ചെയ്തിട്ട് ചെയ്ത സിനിമയാണ്. ആൻഡ് ഐ ഹാഡ് ഫൺ ഉം, ഡൂയിങ് ഉം, ദാറ്റ്. ഉം, ഉം, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഉം, ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ ആ മറ്റേ ഈ സെക്കൻഡ് പാർട്ടിൽ നിങ്ങളൊക്കെ കണ്ട സീൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഷൂട്ട് ചെയ്തതാണത്. ഉം, 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 ഉം. അത് അത് പിന്നീട് അത് അവര് എഡിറ്റ് ചെയ്തപ്പോൾ അത് മാറ്റുകയും പിന്നീട് സെക്കൻഡ് പാർട്ടിലോട്ട് വന്നപ്പം എനിക്ക് തോന്നുന്നു ജയൻ ചേട്ടനാണ് ഉം. അത് സജസ്റ്റ് ചെയ്യുന്നത്. സജസ്റ്റ് ചെയ്യുന്നത് അത് വീണ്ടും വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും അത് ഷൂട്ട് ചെയ്തു. ഓക്കെ, ഓക്കെ, ഓക്കെ. ആഹ് അപ്പം അത് വളരെ നന്നായിന്ന് എനിക്ക് തോന്നുന്നു. അത് ആക്ച്വലി എന്താ പറയാ, എന്നോട് വിജയ് പറഞ്ഞൊരു കാര്യം, ഉം. ആട് 2 ഏറ്റവും മോസ്റ്റ് വ്യൂഡ് സീൻസ് ഉണ്ടാവുമല്ലോ യെസ്, യെസ്, യൂട്യൂബില്. യെസ്, യെസ്, യെസ്. അതില് ഒന്ന് ഇതാണ്. അതെ, പാപ്പനും മേരിയും പാപ്പനും തിരിച്ചു മേരും കാണുന്ന സീൻ. തിരിച്ച് ആ, കാണുന്നത്. ആ. അപ്പൊ അവർക്ക് അത് അത്രയും ആളുകളില് നമ്മൾ ആളുകളുടെ മനസ്സിൽ എങ്ങനെ അവർക്ക് ഓർക്കുമ്പോ ചിരിക്കാൻ എങ്ങനെയായാലും ഒരു സ്ട്രെസ് ബസ്റ്റർ ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ് നോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇയാളിന്റെ ഒരു സ്ലാങ് ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ച് രണ്ടാം ഭാഗത്തിൽ വരുന്നേ തെക്കേല രണ്ടും അതെ, അതെ. പൊന്നപ്പ ചേട്ടൻ വടക്കേല രണ്ടും. അതെ, അതെ, അതെ. ആ സ്ലാങ് ഒക്കെ മിഥുൻ മേനോൻ തന്നെ പറഞ്ഞു തന്നതാണ്. എല്ലാം കൃത്യം അത് മിഥുൻ പറഞ്ഞതേ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ, നമ്മൾ ആ. ഡയറക്ടർ എന്താവശ്യപ്പെടുന്നോ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ്. ചില സമയത്ത് നമുക്കത് ഇംപ്രവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇംപ്രവൈസ് ചെയ്യും. ഉം, ഉം, ഉം. എനിക്ക് ഇതിലൊന്നും അതിന്റെ ആവശ്യം പോലും വന്നിട്ടില്ല. അത് അത്രയും തന്നെ നല്ലതായിരുന്നു ഉം, ഉം, ആക്ച്വലി. ഉം. ഈ ആട് വണ്ണില്ലേ, ഇദ്ദേഹത്തിന് ഈ നടുവേദന വന്നതിന് ശേഷമുള്ള സീക്വൻസ് ഉണ്ടല്ലേ, അതെ, കിടപ്പായിട്ട്. കിടപ്പായിട്ട്. അതിനകത്ത് കുറേ സീൻസ് പിന്നെ ഐ മീൻ നമ്മള് കുടുംബമായിട്ടൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് ഉം. ഒരു കൂട്ടച്ചിരി ഉണ്ടാക്കുന്ന കുറെ മൊമെന്റ്സ് ഉണ്ട്. അതെ, അതെ. അതായത് മേരി ബാഗിലാണോ കഞ്ഞി, അതായത് അതെ, അതെ, ബാഗായിട്ട് അതെ. തരുവാണല്ലോ. അതെ, അതെ, അതെ. അതുപോലെ ഉമ്മറത്തൊരു തിരിയിട്ട് കത്തിച്ച് വെക്കാന്നൊക്കെ പറയുമ്പോ അതെ, ഉള്ള മേരിയുടെ എക്സ്പ്രഷൻസ്. അതെ, അതെ. അന്നത് തിയേറ്ററിൽ ഇരുന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഒന്നാം അതെ, അതെ, ഭാഗം. അതെ, അതെ, അതെ. ആ, തിയേറ്ററിൽ ആ. നിന്ന് തന്നെ കണ്ടത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അത് ഭയങ്കര ഒരു ചിരി ഉണ്ടായിരുന്നു ഉം, ആക്ച്വലി. ഞാൻ 1ഉം 2 ഒക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഉം, ഞാൻ ഭാഗമാവണം അല്ലെങ്കിൽ ഞാൻ അതിലൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് മാറ്റി നിർത്തിയാലും ഞാൻ ആക്ച്വലി സിനിമയുടെ ഫാനാണ്. ലൈക്ക് ഐ തിങ്ക് എല്ലാവരും അതെ. അതെ, അല്ല അതെ, നമ്മള് ആണ്. അല്ല കുറേ സീനുകൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിരിക്കും. നമ്മൾ നമ്മൾ ഡെയിലി ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉം, ഉം, ഉം. പറയുന്ന അതെ, അതെ, അതെ. ഡയലോഗ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ ക്യാരക്ടേഴ്സിന്റെ ഫാനാണ്. ഞാൻ ആക്ച്വലി 1ഉം 2 ഒക്കെ തിയേറ്ററിൽ കണ്ട് ആസ്വദിച്ച ഒരാളാണ്. ഉം, 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 ഉം. ഇപ്പൊ കരിയറിലെ പറഞ്ഞിട്ടുള്ള കുറെ ഡയലോഗുകൾ വളരെ ചുരുക്കമായിട്ട് ഇപ്പൊ ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിന്റെ ഡയലോഗ് ഒക്കെ പോസ്റ്റർ ക്യാപ്ഷൻ ഒക്കെ ആയിട്ട് വരുള്ളൂ. ഇപ്പൊ ഉം. അന്നയും റസൂലിലെ നീ പ്രേമിക്കുമുത്തേ ഞങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നതൊക്കെ അന്ന് പോസ്റ്ററിൽ അടിച്ചു അതെ, വന്നിട്ടുള്ള അതെ, വരികളായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല ചേട്ടാ എന്ന് പറയുന്ന അതെ, ഡയലോഗ് അങ്ങ് ആ രീതിയിൽ കുറെ ലക്കിയാണ്, കുറെ ഭാഗ്യമുണ്ട്. അതായത് അതെ, ആളുകൾ ഓർത്തിരിക്കുന്ന പോപ്പുലർ അതെ, ഡയലോഗ്സ് അതെ, അതെ, ബോഡി ഓഫ് വർക്കിൽ പറയാൻ പറ്റി. അങ്ങനെ അതെ. ചിന്തിക്കാറുണ്ടോ? അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഞാനത് എന്റെ ബ്ലെസ്സിങ്ങിൽ കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളതും. പിന്നെ തുടക്കത്തിൽ നമുക്ക് അത്രയും നല്ല മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? അതെ. നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അവരുടെ കൂടെ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കുറെ നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള നമ്മൾ ഉം. വർക്ക് ചെയ്ത് ഇഷ്ടമുള്ളതും നമ്മൾ നോക്കി കാണുന്ന ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് കൗണ്ട് ചെയ്യുന്ന ഒരു കാര്യം ഉം, തന്നെയാണ്. ഉം, ഉം, ഉം. ഷിൻഡയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു എന്താ പറയാ പ്രൊഫൈൽ ഭയങ്കര രസാ കണ്ടിരിക്കാൻ. ആ. ആ, ഈ ഫാഷൻ എവിടുന്നാ ഫോളോ ചെയ്യുന്നത്, എവിടുന്നാ റെഫറൻസ് എടുക്കുന്നത്?
ഞാൻ കുറച്ച് അങ്ങനെ എനിക്ക് എന്താ പറയാ ഞാൻ ലൈഫിൽ നിന്ന് തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ ഓ ഓ ചുറ്റുമുള്ളതൊക്കെ ഒബ്സർവ് ചെയ്യുക. അത് എന്താ പറയാ എനിക്കിഷ്ടമാണ് ഫാഷൻ. ഞാൻ എപ്പോഴും എപ്പോഴും എനിക്ക് ആ ഒരു ഇഷ്ടം ഉണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ഫാഷനില്. ഇഷ്ടമുണ്ട്. ഞാൻ ചെറുപ്പത്തിലാണെങ്കിൽ എൻ്റെ ഉമ്മയും ആ പുള്ളിക്കാരിയാണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത് എല്ലാം നമ്മളിങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് ഉം, അപ്പം ഉം, ഉം, അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് ഉം, എനിക്ക് ഉം, ഇഷ്ടമാണ് അത്. ഉം, ഉം, സോ ഉം, ഐ ഉം. ഫോളോ ഫാഷൻ, ഐ ലവ് ഫാഷൻ. ഈ നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ പിന്നെയും കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അമൽനീരത്തിന്റെ ഒരുപാട് സിനിമകളിൽ അതെ അതെ, ഭാഗമായിട്ടുണ്ട്. ഒരുപാടല്ല, 2 സിനിമ. ആ ശരിയാ, 2 സിനിമകളുള്ള ഒരുപാട് പക്ഷെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു അല്ലേ. താങ്ക് യു. ഒരുപാട് സിനിമകളിലുള്ള പോലെ ഒരു ഫീൽ ഉണ്ട്. അതെ. അപ്പം ഈ അങ്ങനത്തെ മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനെ ഇപ്പൊ നമ്മളൊരു ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മള് ഒരു സിനിമയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവ് മാറ്റും. ഇപ്പൊ അമൽനീരത്തിന്റെ സിനിമയിൽ ഉറപ്പായിട്ടും. അഭിനയിക്കുന്നത് അതെങ്ങനെയാ ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, ഉറപ്പായിട്ടും. നമ്മളൊക്കെ എന്താ പറയാ, സിനിമയിൽ അഭിനയിക്കുന്നവരും അല്ല, പ്രേക്ഷകരും എല്ലാവരും നോക്കി ഇങ്ങനെ ലുക്കപ്പ് ചെയ്യുന്ന ഒരു 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 ഫിലിം മേക്കറാണ് അമൽനീർ. ചേട്ടൻ. അപ്പം അമലേൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു നമുക്ക് എന്താ പറയാ, അതൊരു ഭാഗ്യമാണ്. ആ, 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 ആ. പുള്ളിയുടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആക്ച്വലി. ഓ ഓ ഓ എന്ന് വെച്ച് ഓ കഴിഞ്ഞാൽ, ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി എന്നാണോ വർക്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഉം, ഭയങ്കര ഭയങ്കര ഓപ്പൺ ആണ് നമുക്ക് വേണ്ടി. നമ്മളുടെ സജഷൻസും അല്ലെങ്കിൽ നമ്മളോട് ഞാൻ ആലോചിക്കുക എന്നോടൊക്കെ എന്തിനാ ഇത് ചോദിക്കേണ്ട ആവശ്യം. അമൽനീർ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ തോന്നുന്നതൊക്കെ ചോദിക്കോ? ആ ഡയലോഗ്സ് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പം അതിങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്ന അത് ഓക്കെ അതാ അങ്ങനെയാണോ ഇതിങ്ങനെ, അത് ഞാൻ നമ്മളുടെ ചേട്ടൻ അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും കൊളാബറേറ്റീവ് ആണ്. അമലേൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഉം, 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 ഭയങ്കര കൊളാബറേറ്റീവ് വർക്കാണ്, ഭയങ്കര സ്മൂത്ത് ആണ്. ഉം, ഉം. പിന്നെ നമുക്ക് ഷൂട്ട് ഇല്ലെങ്കിലും നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പം ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെയല്ലോ ഉം. പുള്ളിയുടെ ഫ്രെയിമും അതെ അതെ. ഒക്കെ. ആ, ആ. അപ്പൊ ഇത് എങ്ങനെ ചേട്ടൻ കൺസീവ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചേട്ടൻ ഇതെങ്ങനെയാണ് ഇത് ഉം, ഉം, എടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ എനിക്ക് എപ്പോഴും ഉം, ഉം, ത്രൂ ഔട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അത് നോക്കി കാണാനും അത് അവിടെ പോയി ഇരുന്നിട്ട് വാച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഉം, ഉം, ഉം. അതൊരു സുഖമുള്ളൊരു, അത് ഹെൽപ്പ് ചെയ്യും, അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ അദ്ദേഹത്തിന് വളരെ ഡിസിപ്ലിനും വളരെ ഒക്കെ പെർട്ടിക്കുലർ ആണ്. അദ്ദേഹം ഇപ്പൊ ഒരാളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഭയങ്കര കോസ്റ്റ്യൂം. ഡിസിപ്ലിൻ ആണ്. എല്ലാ ആക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ ബാക്കിൽ നിൽക്കുന്ന ആളുടെ ആണെങ്കിൽ പോലും അവർ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര കൃത്യമായിട്ട് പുള്ളിക്ക് അത് ഓ എല്ലാം ഓ നോട്ട് ഓ ചെയ്യും. ഓ ലൈക്ക് ദാറ്റ്. അത്രയും ഹെയറും ഒക്കെ അതെ അത്രയും ശ്രദ്ധയുള്ളതുകൊണ്ടാണ് അത്രയും ഭംഗി തോന്നുന്നത്. അതെ. പിന്നെ അതിലൊരു കോംപ്രമൈസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഫ്രെയിം അങ്ങനെ. ഓ നൈസ് നൈസ്. ഇപ്പൊ കരിയറിലെ ഈ അങ്ങനെ അധികം ആളുകൾ പിക്ക് ചെയ്യാത്ത, അതായത് നായിക നടിയായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ പിക്ക് ചെയ്യാത്ത റോളുകളും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഷെർലക് ഹോംസിലെ ആ ഭാര്യ, അതെ അത്രയധികം ഭർത്താവിനെ വെറുപ്പിക്കുന്ന ഒരു ഭാര്യ, അതെ അല്ലെങ്കിൽ റോൾ മോഡൽസില് ഇങ്ങനെ ഒരാളെ കല്യാണം കഴിച്ചിട്ട് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് അവിടെ 4 മണി വാങ്ങിച്ച് സുഖമായി ജീവിക്കാന്നൊക്കെ പറയുന്ന അങ്ങനത്തെ നല്ല പ്ലാൻ. സുഖമുള്ള സ്വപ്നമല്ലേ. അതെ, ക്രേസി ആയിട്ടുള്ളൊരു ആള് ഇങ്ങനത്തെ റോൾ പിക്ക് ചെയ്യുമ്പോൾ ഇത് ജഡ്ജ് ചെയ്യോ ആളുകള്? എനിക്ക് എന്നെ ഇനി ഇങ്ങനത്തെ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാത്രം വിളിക്കോ? അങ്ങനത്തെ ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലേ? എനിക്ക് അങ്ങനത്തെ ഇൻഹിബിഷനേ ഇല്ല, ആ ഇല്ലാത്ത ആ ഒരാളാണ് ഞാൻ. അങ്ങനെ ജഡ്ജ് ചെയ്യാത്തൊരു ഒരാളാണ് ആക്ച്വലി. അത് നമ്മള് സിനിമയായിട്ട് കാണാതിന് ഭയങ്കര ഓപ്പൺ ആയിട്ട് കാണാം. നമുക്ക് സിനിമയിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ വേറൊരു ഒരു ആക്ച്വലി വേറൊരാളുടെ കഥയിൽ വേറൊരാളായിട്ട് ജീവിക്കാൻ പറ്റുകയാണ് അല്ലേ. ഉം, ഉം, അത് ഉം, ഉം, ഉം. നമ്മളായിട്ടല്ലല്ലോ നിൽക്കുന്നത്. അപ്പൊ മാക്സിമം അതാവാൻ പറ്റുക, അത് അതിൽ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൂടുതലൊന്നും ചിന്തിക്കാറില്ല ഞാൻ. ഇപ്പോഴും ചെയ്യാൻ പറ്റാനുള്ള അവസരങ്ങൾ കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ആ കൂടുതൽ ആ കൂടുതൽ ആ അവസരങ്ങൾ കിട്ടണം. ഇതിങ്ങനെ കൂടുതൽ ഗുഡ് ബാഡ് അഗ്ലി ആ കീപ് ഡൂയിങ് വാട്ട് ഓക്കെ എവർ ഓക്കെ ഇറ്റ് ഈസ്, ഓക്കെ. ലൈക്ക് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്.